ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. അതായത് ശഹലയും കാമുകിയും 100% പിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. പൊരിഞ്ഞ അടിയാണ്. അതായത് ഈ കാമുകൻ ശഹലയെ അടിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. ഞാൻ ക്ലിപ്പ് വെച്ചു തരാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. പിന്നീട് 7 വയസ്സുകാരനായ ആ പൊന്നുമോനെയും ഈ കാമുകൻ അടിച്ചു എന്നാണ് വാർത്ത വരുന്നത്. പൊന്നുപ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കാം. അതിനുശേഷം പ്രവാസിയുടെ ആദ്യ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രവാസി ഈ ഭാര്യയെ തിരിച്ചെടുക്കുമോ എന്ന്. അതായത് ഈ കാമുകി നിലവിൽ വീട്ടിലാണ്, സ്വന്തം വീട്ടിലേക്കാണ് പോയത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് ഒക്കെ കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഭീഷണിയായിരുന്നു. നീ എന്തിനാടാ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവളുടെ ഇഷ്ടമല്ലേ? അവൾ തോന്നിയവന്റെ കൂടെ ജീവിക്കും, നീ ആര് വിമർശിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കമന്റാണ്. പൊന്നുപ്രേക്ഷകരെ, ഇത് പിരിഞ്ഞത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു? എല്ലാവരും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് ഞെക്കിയാൽ എന്താ പ്രശ്നം? ഇത്രയും വലിയൊരു സന്തോഷ വാർത്തയല്ലേ ഞാൻ അറിയിച്ചത്. നമുക്ക് ആദ്യം ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് കേൾക്കാം, അതിനുശേഷം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു? അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങളൊക്കെ ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവർ എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ? ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഭർത്താവിന്റെ ആദ്യ പ്രതികരണം വരുന്നുണ്ട്. എന്താണ് ഭർത്താവിന്റെ ഫാമിലിക്ക് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. പൊന്നുപ്രേക്ഷകരുടെ ഒരു കുഞ്ഞു കാര്യം പറയാം. ഈ വീഡിയോ, അതായത് ഭർത്താവിന്റെ കുടുംബക്കാർക്ക് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞതിന് ശേഷം 2 മരുമക്കൾ തമ്മിൽ തല്ലുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. കാരണം നമ്മുടെ കുടുംബം ഇനിയെങ്കിലും പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു തരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ഭർത്താവിന്റെ കുടുംബക്കാര് ഇപ്പൊ പറയുന്നത്, ഞങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യൂല എന്നാണ്. ഓക്കെ, നിലവിലും ചർച്ച നടക്കുന്നുണ്ട്. ഇവള് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. നമുക്കതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല. അതായത് ഭർത്താവ് തിരിച്ചെടുക്കാനുള്ള ചാൻസും ഉണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അതായത് മൊബൈൽ ഷോപ്പിന്റെ ഉടമയായിട്ടുള്ള വൃത്തികെട്ടവന്, അവളെ ശരീരം കണ്ട് മാത്രം വീണവനാണ്. അതായത് ഇവളെ കൊണ്ടുപോയി നോക്കാനൊന്നുമല്ല, അവന് ഇവളെ മുതലാക്കണം. അതാണ് അവന്റെ ലക്ഷ്യം. 2-3 ദിവസം അവൻ്റെ ഒപ്പം ഉണ്ടല്ലേ, നല്ല രീതിക്ക് മുതലാക്കിയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇവനും അടുത്തു. അതാണ് സംഭവം, അതാണ് നടന്നത്. ഓക്കെ, ആ വൃത്തികെട്ടവന് നോക്കൂ, അത് നല്ല അടിപൊളിയായിട്ട് നടക്കും. ഇവളുടെ ജീവിതമല്ലേ ഇല്ലാതായത്. ഇതാണ് പറയുന്നത്. പൊന്നു പെൺകുട്ടികളെ, ഒളിച്ചോടണ്ട. നോക്കൂ നിങ്ങൾ, മുമ്പൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞിട്ടാണ് അത് കർമ്മയായി തിരിച്ചടിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണോ? എത്ര പെട്ടെന്നാണ്! 4-5 ദിവസമായതേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ്. ഇപ്പൊ അവൾ പറയുകയാണ്, ചത്താലും ആ ഒരു കാമുകന്റെ കൂടെ ഞാൻ പോവത്തില്ല, എന്നെ മർദ്ദിച്ചു എന്ന് പോലും ആ പൊന്നു സ്ത്രീ പറയുകയാണ്. എന്താ അല്ലേ, അവളെ പൊന്നു സ്ത്രീ എന്ന് വിളിച്ചത് അങ്ങനെയല്ല. അതായത് പഠിക്കണം.
ആ ശഹല കാരണം ഇനിയുള്ള ജനറേഷന് അത് കണ്ട് പഠിക്കണം. ഒളിച്ചോടിയാൽ ഇതാണ് സംഭവം. പിന്നെ എൻ്റെ മാത്രം ഒരു സംശയം കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ. ഇത് ഈ ശഹലയും ഇവനും തമ്മിൽ അവിഹിതമായിരുന്നു ലക്ഷ്യമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഓടിയതെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ഇനി രണ്ട് മരുമക്കൾ തമ്മിൽ തല്ലുന്ന ഒരു സീരിയൽ ടൈപ്പിലുള്ള ഒരു വീഡിയോ ആണ്. അത് നിങ്ങളൊന്ന് നന്നായിട്ട് കാണണം. ഓക്കെ. ഹലോ, കുടുംബത്തെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട. വലിയൊരു കുടുംബക്കാര്. എന്താ നിങ്ങൾക്ക് മാത്രം ഇവിടെ കണ്ടാൽ നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ കാണുന്ന ഇത്ര നിർബന്ധം എന്തുവാ? ഇത് എന്റെ ഭർത്താവ് വാങ്ങിച്ച ടി വി ആണെങ്കിൽ ഞാൻ കണ്ടിട്ട് കണ്ടാ മതി. ഞാനും ഈ വീട്ടിൽ വന്ന് കയറിയ മരുമോള് തന്നെയാ. എനിക്കും കാണാനുള്ള അവകാശമൊക്കെ ഇവിടെ ഉണ്ട്. നിനക്ക് കാണണമെങ്കിലേ നീ നിന്റെ ഭർത്താവിനോട് പറ വേറൊരു ടി വി വാങ്ങിച്ചു വെക്കാൻ. ദേ രണ്ടുപേരും കാണണ്ട, ആ റിമോട്ടിങ് തന്നെ. ആ അഭിലാഷ് വന്നില്ലേ? വിളിച്ചിരുന്നു, ബ്ലോക്കാന്ന് പറഞ്ഞു. ആ ഭയങ്കര ട്രാഫിക്കാ. ഇതാ ഷോ, ഞാൻ പറഞ്ഞ കളർ ഒന്ന് കിട്ടിയില്ലേ? ആ ഇഷ്ടപ്പെട്ടാ? അടിപൊളി, നല്ല ഡിസൈൻ. അതിന്റെ തുണിയൊന്നും കൊള്ളൂല. ഒന്ന് വാഷ് ചെയ്യുമ്പോ തന്നെ അതിന്റെ കളറൊക്കെ അങ്ങ് പോകും. അല്ലേലും പണ്ടുള്ളവര് പറയാറുണ്ട് ഈ അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലാന്ന്. അജിത്ത് വാ, ചായ തരാം. ചേട്ടൻ അവക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എനിക്കും വേണം അതുപോലത്തെ ഒരെണ്ണം. നിനക്കിത് എന്തിന്റെ കേടാ പെണ്ണെ? ആവശ്യത്തിൽ അധികം ചുരിദാർ ഇവിടെ മേടിച്ചു വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും മേടിച്ചു കൂട്ടുന്നേ? അവക്ക് മേടിച്ചു കൊടുത്തില്ലേ, അപ്പൊ എനിക്കും വേണം. ഇതിപ്പോ ചുരിദാറിനോടുള്ള സ്നേഹമൊന്നും അല്ല, മായച്ചിയുടെ അടുത്തുള്ള ദേഷ്യം എനിക്ക് മനസ്സിലായി. എനിക്ക് അവളുടെ മുമ്പ് ഇട്ടോണ്ട് നടക്കണം. അതുപോലത്തെ കളറുള്ള തന്നെ വേണം. നീ കഴിക്കാൻ എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നു. കഴിക്കാനൊക്കെ തരാം, പക്ഷെ നാളെ ഇതും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഇനിയാണ് അടി തുടങ്ങാൻ പോകുന്നത്. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം ഇത് എന്റെ തലത്തിൽ ഒന്ന് പെട്ടല്ലോ. അമ്മേ, എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഇന്നലെ അവക്ക് വാങ്ങിച്ച ഡ്രസ്സല്ലേ, അവള് നിനക്ക് തന്നോ? അഭിലാഷേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നായത്. നീയല്ലേ ഇന്നലെ പറഞ്ഞത് ഇതിന്റെ ഡിസൈൻ കൊള്ളൂല, കളർ പോവും, തുണി കൊള്ളൂല എന്നൊക്കെ. അത് അഭിലാഷേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഞാനും കണ്ടത്. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കായിട്ട തുണിയല്ലേ? ഇത് ആരോട് ചോദിച്ചിട്ട് എടുത്തോണ്ട് വന്നത്? ആരോട് ചോദിക്കാൻ? എനിക്ക് പിന്നെ തുണി അലക്കണ്ടേ? എന്നോട് ചോദിക്കാതെ നിന്നോട് ആര് പറഞ്ഞു ഈ തുണി കൊണ്ട് അവിടെ ഇടാൻ? എന്റെ തുണി അലക്കിയിട്ട് നിന്റെ തുണി അലക്കിയാ പോരെ? എന്റെ ഭർത്താവാണ് പൈസ മുടക്കി വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ചേക്കുന്നത്. എന്റെ തുണി അലക്കിയിട്ട് നിന്റെ തുണി അലക്കിയാ മതി. ഇല്ല, നിനക്ക് ഇപ്പൊ തന്നെ അലക്കിയേ പറ്റൂന്നുണ്ടെങ്കിലേ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പുറത്ത് കല്ലില്ലേ, അവിടെ കൊണ്ടിട്ട് അലക്കണം. നിന്റെ കൈ തേഞ്ഞു പോകുന്നില്ലല്ലോ. 3 നേരം തിന്നും കുടിച്ചും ചുമ്മാ ഇരിക്കയല്ലേ, എന്തെങ്കിലും പണിയെടുക്ക്. അമ്മാ,
എന്താ മോളെ ഇത്? ചായ പച്ച വെള്ളം പോലെ ഇരിക്കുന്നു. കടുപ്പമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനിപ്പോ കുടിച്ചു നോക്കിയല്ലേ ഉള്ളൂ. ഇത് കൊള്ളൂല മോളെ. അമ്മേ, ഞാൻ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ എങ്ങനെയുണ്ട് അമ്മേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം. അവളുണ്ടാക്കിയ ചായക്ക് വെള്ളം ചേർത്തിട്ട് ഇവൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് രണ്ട് മരുമക്കളുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. ബാക്കിയും കൂടി ഒരു കാണാം. ചായ പോലും ഇടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? എന്നാ പിന്നെ ചൂടുവെള്ളം കുടിച്ചാ പോരെ. അമ്മയ്ക്ക് ഇനി എപ്പ ചായ വേണേലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. എന്തൊരു നല്ല ചായ. അമ്മയ്ക്കെല്ലാം മനസ്സിലായി മോളെ. ആരാ എന്റെ ബനിയനെടുത്ത് തറ തുടച്ചത്? ഞാൻ ആരോട് ചോദിച്ചിട്ട്? ഇതവിടെ തറയിൽ കിടക്കുന്ന കണ്ടു. ഞാൻ വിചാരിച്ചു തറ തുടയ്ക്കുന്നതാണെന്ന്, അതുകൊണ്ട് തുടച്ചു. ഇതേ പെണ്ണുപിള്ളെ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. ആണോ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നീ നിന്റെ കെട്ടിയവനെ വിളിച്ചിട്ടേ ഇവിടുന്ന് താമസം മാറിക്കോ. ഓഹോ, അപ്പൊ ഇതാ നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? അതേടി. കാണിച്ചു തരാം നിന്നെ. എന്താ അമ്മേ നമ്മളെ കാണണമെന്ന് പറഞ്ഞേ? ആ ഡോർ അടച്ച് രണ്ടുപേരും ഇവിടെ വന്നിരുന്നേ. അത് തുടച്ചിടാം. അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെ ഒരു വിഷമം അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. എത്ര സ്നേഹമുള്ള വീടായിരുന്നു ഇത്. ഒരു ബഹളമോ ഒച്ചയോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ചില സമയം എനിക്ക് നെഞ്ചിൽ വല്ലാത്ത വിപ്രാളമാണ് ഈ ബഹളവും ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ. പ്രിയയും കണക്ക് തന്നെ, മായയും കണക്ക് തന്നെ. ഇവർക്കിത് എന്തു പറ്റി? പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ. ഇങ്ങനെ പോയാൽ ഞാൻ ആയുസ് എത്തുന്നതിന് മുമ്പേ ചാവേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ രണ്ടുപേരും പറഞ്ഞ് നിലയ്ക്ക് നിർത്തണം. അമ്മ വിഷമിക്കണ്ട, ഇനി അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അടിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. കേട്ടല്ലോ? എല്ലാം എനിക്ക് അറിയാമേ. നമ്മൾ പുറത്തു പോകുമ്പോഴും അവരെ കുറിച്ച് തന്നെ സംസാരിക്കാറ്. പിന്നെ ഈ വന്നു കയറുന്ന മരുമക്കള് ശരിയല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന സമാധാനം എപ്പം നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അഭി പറഞ്ഞതുപോലെ അമ്മ സമാധാനമായിട്ടിരിക്കണം. അമ്മയുടെ സമാധാനമാണ് നമുക്ക് വലുത്. അമ്മ വിഷമിക്കണ്ട, കിടന്നു കേട്ടോ. മായ ഒന്ന് നിന്ന്. നീയും പ്രിയയും തമ്മിൽ ഇവിടെ നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് നീ കരുതണ്ട. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇന്നുകൊണ്ട് തീർത്തോണം. ഒരു കുടുംബത്തിന് ആവശ്യം മനസമാധാനമാണ്. അത് നിങ്ങളായിട്ട് തകർക്കരുത്. ഇനി നീ പ്രിയമായിട്ട് ഒരു പ്രശ്നത്തിന് പോയെന്ന് ഞാൻ അറിയരുത്. ഇത് പോയി അവളോട് പറ. അവളെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ. അവളുടെ കാര്യമൊക്കെ അഭി നോക്കിക്കോളും. നീ ആയിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോവായിരുന്നാ മതി. അവൾ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല. എന്നാ അവക്ക് കൊള്ളാം. ഏട്ടാ, എനിക്ക് ഏട്ടനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോടി. ഓക്കെ, ബാക്കി കാണാം. ആദ്യം ഫോൺ ഒന്ന് മാറ്റ്. ഇനി പറ.
നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറണം. എടി എന്റെ വരുമാനം എത്ര നിനക്ക് അറിയാലോ. ഈ പൈസ വെച്ചിട്ട് ഒരു വീടൊന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എടുത്താൽ തന്നെ പണ്ടത്തെ പോലെയല്ല വാടക ഇപ്പോ. മാസാവസാനം വാടക കൊടുത്തില്ലെങ്കിലേ ഹൗസ് ഓണർ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അല്ല ഇപ്പൊ ഇതിനൊരു വീട് നോക്കണ്ട വേറെ? ഞാനും അവളും കൂടെ ഒരു വീട്ടിൽ ശരിയാവില്ല. ഏട്ടനിപ്പൊ ഇത്ര അറിഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഏട്ടനൊരു കാര്യം ചെയ്യ്, അമ്മയോട് ഷെയർ ചോദിക്ക്. ദൂരെ ആയാലും നമുക്ക് 2 സെന്റ് സ്ഥലം വാങ്ങാം. എടി ആവുന്ന ഇപ്പൊ നടക്കത്തില്ല. അമ്മയുടെ കാലം കഴിഞ്ഞ് വീട് സ്ഥലമൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ. ഓ, നിങ്ങൾ നിങ്ങളുടെ ഒരു അമ്മ. എടി നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവള്, രണ്ടിൽ ആരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ പറ്റുള്ളൂ. ഓ, നീ ഇത്തരക്കാരിയായിരുന്നോടി? നിനക്ക് നാണായില്ലേ വാതുക്കെ വന്നിങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ? ഞാൻ ഒളിഞ്ഞായിട്ടൊന്നുമില്ല. ഒരു വീടാകുമ്പോ അതിലെ പോയെന്നൊക്കെ ഇരിക്കും. ഞാനിവിടെ തുടയ്ക്കാൻ വന്നതാ. വല്ലാത്ത ക്രിമിനടി തന്നെ. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടില്ല എന്റെ ടീഷർട്ട് എടുക്കരുതെന്ന്. എടുത്ത എന്താടി? എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? എടുത്തില്ല. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ട് എടുത്ത് തുടക്കരുതെന്ന്. ഞാൻ എടുക്കും. ഇല്ല, മാറി. താടി ഇവിടെ. ചവിട്ടും ഞാൻ. താടി. എടി, എടി, ഇങ്ങെടുത്ത താടി. എടുത്ത് തരാം. എന്നോട് ഇത് തരാം പറഞ്ഞു. ഇത് തരാം. അമ്മേ 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 എടി നോക്കി നിൽക്കുന്ന ആംബുലൻസ് വിളിക്കേ. അമ്മേ അമ്മ ഞാൻ ഇവളെ കൊണ്ട് ഇവിടെ നിന്ന് പോവാ. ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഞാൻ പുറത്തൊരു വീട് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറുക. വളർത്തുവശം അല്ല എന്ത് പറയാൻ അമ്മ. പിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ ഇവിടെ പട്ടിയും പൂച്ചയൊന്നല്ലല്ലോ. എന്റെ ഭാര്യയല്ലേ. കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. അപ്പൊ മനസ്സിലായിക്കോളും സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ വില എന്താണ്. പിന്നെ അമ്മ എവിടെ ജീവിച്ചാലും മനസ്സമാധാനമല്ലേ വലുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം അമ്മയും ചേട്ടനെ കാണാൻ. പിന്നെ അമ്മ എപ്പോ വിളിച്ചാലും അമ്മയുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. എടാ നീ അവളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. എവളോ പിന്നെ എന്ന് നോക്കിയാലും ഇവിടെ അടി. ഒരാൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ പേരിലടി. വീട് വൃത്തിയാക്കുന്നതിന്റെ പേരിലടി. എപ്പം നോക്കിയാലും ഇത് തന്നെ. ഇത് എന്താണെന്നറിയോ? ഈഗോ. രണ്ടുപേരും തമ്മിലുള്ള ഈഗോ. അതാണ് ഇവിടെ നടക്കുന്നത്. അതിന് വലിയാടായതോ നമ്മുടെ അമ്മയും. നീ പറഞ്ഞ എന്നടാ ശരി. എന്തായാലും ഇവർ രണ്ടുപേരും ഇവിടെ ഇനി ശരിയാവില്ല. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല ഏട്ടാ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ശരി ഏട്ടാ. ശരി. ശരി ഏട്ടാ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വെച്ചത് പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.